നമ്മൾ പീഡാനുഭവ ചരിത്രത്തിലൂടെയും കുരിശിൻ്റെ വഴിയിലൂടെയൊക്കെ ധ്യാനപൂർവം നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നൊരു കാര്യമുണ്ട്. കർത്താവ് കുരിശിൻ്റെ വഴിയെ നടന്നപ്പോൾ അവിടുത്തെ കൂടെയില്ലാതെ പോയത് അവിടുത്തെ പ്രിയപ്പെട്ട 12 ശിഷ്യന്മാരുടെ സാന്നിധ്യമാണ്. കുരിശിൻ്റെ ചുവട്ടിൽ മാതാവിനോടൊപ്പം നമ്മൾ 12-ൽ ഒരുവൻ യോഹന്നാനെ കാണുന്നുണ്ട് എന്നതൊഴിച്ചാൽ കർത്താവിൻ്റെ 3 വർഷത്തെ പരസ്യ ജീവിതകാലത്ത് അവിടുന്ന് പഠിപ്പിച്ചതൊക്കെ കേൾക്കുകയും അവിടുത്തെ മഹത്വത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും പങ്കുചേരുകയും അവിടുന്ന് അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ വയറു നിറയെ കഴിക്കുകയും അവിടുന്ന് രോഗികളെ സുഖപ്പെടുത്തിയപ്പോൾ കൂടെ നടക്കുകയും അവിടുന്ന് കടലിൻ്റെ മീതെ നടന്നപ്പോഴും അത്ഭുതങ്ങൾ ചെയ്തപ്പോഴും കൂടെയുണ്ടാവുകയും ജെറുസലേമിലേക്ക് രാജകീയമായി പ്രവേശിച്ചപ്പോൾ അവിടുത്തെ കൂടെ നടക്കുകയൊക്കെ ചെയ്ത 12 പേരെ കുരിശിൻ്റെ വഴിയിൽ പലപ്പോഴും കാണാനില്ല. ഒലീവ് തോട്ടത്തിൽ നിന്ന് തന്നെ പീഡാനുഭവ വായനയിൽ നമ്മളത് വായിച്ച് കേൾക്കുന്നുണ്ട്. സഹസ്രാധിപനും പട്ടാളക്കാരും യൂതന്മാരുടെ പരിചാരകരും ചേർന്ന് ഈശോയെ പിടിച്ചു ബന്ധിച്ചു. അതുകണ്ട ശിഷ്യന്മാരെല്ലാവരും അവിടുത്തെ ഉപേക്ഷിച്ച് ഓടിപ്പോയി. യൂദാസ് നേരത്തെ തന്നെ അവിടുത്തെ ഒറ്റിക്കൊടുത്തിരുന്നു. പിന്നെ ശിഷ്യപ്രമുഖനായിരുന്ന പത്രോസ് മാത്രമാണ് ഒന്ന് കൂടെ നടക്കാൻ ശ്രമിച്ചത്. ആരൊക്കെ ഇടറിയാലും ഞാൻ ഇടറുകയില്ലെന്ന് പറഞ്ഞവൻ. പക്ഷേ ഒരു പരിചാരികയുടെ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ അവൻ അറിയില്ല എന്ന് പറഞ്ഞ് പത്രോസും ഓടിപ്പോയി. പിന്നെ അകലെ കൂടെ അവനെ അനുഗമിച്ച് അവസാനം കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നത് നമ്മൾ കാണുന്നത് യോഹന്നാൻ ശ്ലീഹായെ മാത്രമാണ്. പ്രിയമുള്ളവരെ, 3 വർഷം കൂടെ നടന്നിട്ടും വചനങ്ങളൊക്കെ കേട്ടിട്ടും കർത്താവിൻ്റെ മഹത്വമൊക്കെ ദർശിച്ചിട്ടും അവിടുത്തെ മഹിമയിൽ കൂടെ നടന്നിട്ടും എന്തുകൊണ്ടാണ് കുരിശിനെ ഉപേക്ഷിക്കാനുള്ള പ്രലോഭനത്തെ വിജയിക്കാൻ ഈ ശിഷ്യന്മാർക്ക് കഴിയാതെ പോയത്? ഇന്ന് എൻ്റെയും നിങ്ങളുടെയൊക്കെ പ്രശ്നം ഇത് തന്നെയാണ്. നമുക്കൊക്കെ കർത്താവിനെ വേണ്ടത് നമ്മുടെ കാര്യങ്ങൾ നടന്നു കിട്ടാനും നമ്മുടെ കുടുംബത്തെ പ്രശ്നങ്ങൾ മാറാനും വിജയങ്ങൾ നേടാനും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകാനും സാമ്പത്തിക ഉയർച്ചയ്ക്കും കുടുംബ സമാധാനത്തിനും ഒക്കെ നമുക്ക് കർത്താവിനെ വേണം. പക്ഷേ ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വന്തം കുരിശെടുത്ത് അനുദിനം എന്നെ അനുഗമിക്കണമെന്ന് പറഞ്ഞ് നമ്മെ വിളിച്ച കർത്താവിനെ കുരിശെടുത്ത് അനുഗമിക്കാൻ, കുരിശെടുക്കുന്നവരോട് ചേർന്ന് നടക്കാൻ ഞാനും നിങ്ങളും പലപ്പോഴും പരാജയപ്പെടുന്നുണ്ട്. ഈ ദുഃഖ വെള്ളിയാഴ്ച എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ എന്ന് നമ്മൾ കർത്താവിൻ്റെ ശിഷ്യരൊക്കെ ഏറ്റുപറയേണ്ട ഒരു കാര്യമാണിത്. പലപ്പോഴും കർത്താവിൻ്റെ കുരിശിൻ്റെ വഴികളിൽ കൂടെ നടക്കാൻ ജീവിതത്തിൽ അനുദിന അനുഭവങ്ങളിൽ ഞാനും നിങ്ങളും പരാജയപ്പെടുന്നു. 3 വർഷവും കൂടെ നടന്ന് വചനം കേട്ട 12 പേരെക്കാളും കർത്താവിൻ്റെ കുരിശിൻ്റെ വഴിയിൽ ആ കുരിശിനെ അനുയാത്ര ചെയ്ത വേറെ ചിലരെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. അവർ വിജയിച്ച പ്രലോഭനങ്ങളെ ഒന്ന് ധ്യാനിക്കുന്നത് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ കുരിശിൻ്റെ വഴിയെ നടക്കേണ്ടത് എങ്ങനെയെന്ന് ഒന്ന് പഠിക്കാൻ നമ്മളെ സഹായിക്കുമെന്ന് ചിന്തിക്കുക. അതുകൊണ്ട് കർത്താവിൻ്റെ കുരിശിൻ്റെ വഴിയിൽ കുരിശിൻ്റെ സഹനങ്ങളിൽ കൂടെ നടന്ന 5 പേരുടെ ചിത്രങ്ങളൊന്ന് നമ്മുടെ ധ്യാനത്തിന് വിഷയമാക്കാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തെ ആൾ പീലാത്തോസിൻ്റെ ഭാര്യയാണ്. പേര് പോലും നമുക്കറിയില്ല. ചിത്രം നമ്മൾ ഒരിക്കലും ചിത്രത്തിൽ വരുന്നില്ല. നമ്മൾ പീലാത്തോസിൻ്റെ ഭാര്യയെ പരിചയപ്പെടുന്നത് കൽത്തളത്തിൽ വിധി പറയാനിരിക്കുന്ന പീലാത്തോസിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു ചെറിയ സ്ലിപ്പാണ്. കർത്താവിനെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന പീലാത്തോസിൻ്റെ അടുത്തേക്ക് ചെറിയൊരു കുറിപ്പ് എഴുതി അയക്കുന്നു പീലാത്തോസിൻ്റെ ഭാര്യ. ആ മനുഷ്യൻ സത്യമായിട്ടും നീതിമാനാണ്,
അയാളെ ഒന്നും ചെയ്യരുത്. പിലാത്തോസിൻ്റെ ഭാര്യ ഒരിക്കലും കർത്താവിനെ കേട്ടിട്ടുണ്ടാകും, അവിടുത്തെ വചനങ്ങൾ കേട്ടിട്ടുണ്ടാകും, അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നത് കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ നീതിമാനായ ഒരു മനുഷ്യൻ അനീതിയായിട്ട് വിധിക്കപ്പെടുമ്പോൾ, ജനക്കൂട്ടം അവനെ ക്രൂശിക്കുകയെന്ന് കൂവുമ്പോൾ, പൊതുജനം മുഴുവൻ അവനെ കുറ്റപ്പെടുത്തുകയും അന്യായമായി വിധിക്കുകയും ചെയ്യുമ്പോൾ, താൻ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നറിയാവുന്ന ആ പെണ്ണൊരുത്തി ഒരു ചെറിയ കുറിപ്പ് കൊടുത്തു വിടുന്നു തൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക്. രാജ്യഭരണത്തിലും നീതിന്യായ നടത്തിപ്പിലൊന്നും തനിക്ക് റോളില്ലെന്നറിയാമായിരുന്നിട്ടും അവളൊന്നും മിണ്ടി നോക്കുന്നുണ്ട്. ആ മനുഷ്യൻ നീതിമാനാണ്, അവനൊന്നും ചെയ്യരുത്. പ്രിയമുള്ളവരെ, കുരിശിൻ്റെ വഴികളിൽ ആളുകൾ കടന്നു പോകുമ്പോൾ, അന്യായമായി കുറ്റം വിധിക്കപ്പെടുമ്പോൾ, സമൂഹം മുഴുവൻ ചിലരെ ചെളിവാരി എറിയുമ്പോൾ, ഒന്ന് കൂടെ നിൽക്കാനായിട്ട്, കൂടെ നടക്കാനായിട്ട്, ക്രിസ്തു സാക്ഷ്യമാവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? കുരിശിൻ്റെ വഴികളിൽ ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോകുന്നവരാണോ ഞാനും നിങ്ങളുമെന്നൊന്ന് പിലാത്തോസിൻ്റെ ഭാര്യയുടെ അനുഭവം വെച്ചിട്ട് നമ്മളൊന്ന് വിചിന്തനം ചെയ്യണം. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ കരുതുന്നത് എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം, നമ്മൾ മിണ്ടാണ്ടിരിക്കാം. അങ്ങനെ നിഷ്ക്രിയമായിട്ട് മിണ്ടാതിരിക്കുന്നവരായിട്ട് നമ്മൾ മാറുന്നുണ്ട്. നമ്മൾ കർത്താവിനെ കേട്ടിട്ടുണ്ട്, ഞായറാഴ്ച സൺഡേ ക്ലാസ്സിൽ പോയിട്ടുണ്ട്, എല്ലാ ഞായറാഴ്ചയും കുർബാന കാണുന്നുണ്ട്, വചനം വായിക്കുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, കുർബാന സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ കുരിശിൻ്റെ വഴികൾ വരുമ്പോൾ നമ്മൾ വളരെ നല്ല ക്രിസ്ത്യാനികളായിട്ട്, നമ്മൾ വളരെ രഹസ്യ ക്രിസ്ത്യാനികളായിട്ട് ഒതുക്കത്തിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാ. ഞാനൊന്നും പറയുന്നില്ല, ഞാൻ ദുർബലനാണ്. തെറ്റായ കാര്യങ്ങൾ വിധിക്കപ്പെടുമ്പോൾ, തെറ്റായ കാര്യങ്ങൾ സമൂഹത്തിൽ പ്രചരിക്കപ്പെടുമ്പോൾ, ഇന്നത്തെ ലോകം അതാണ് നമ്മൾ കാണുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പലരെയും തേച്ചൊട്ടിക്കുന്നത്, ചെയ്യാത്ത കുറ്റത്തിന് അന്യായമായി ശിക്ഷ വിധിക്കുന്നത്. നമ്മുടെ ദുർബലമായ സ്വരമെങ്കിലും ഒന്ന് ഉയരുന്നുണ്ടോ? പലപ്പോഴും ആ കുരിശിൻ്റെ വഴിയൊക്കെ ഉപേക്ഷിച്ച് മാറി നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാ ഞാനും നിങ്ങളൊക്കെ. നമ്മൾ വീക്കാണ്, നമ്മൾ വളരെ ദുർബലമാണ്, ശുഷ്കമാണ്. അതുകൊണ്ട് സത്യത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ നമ്മൾ മടിക്കണം. സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ നമ്മൾ മടിച്ച് അകത്തളങ്ങളിൽ ഒളിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടം സത്യത്തിന് വേണ്ടി നടുനിവർത്തി നിന്ന് ഉറക്കെ സത്യം വിളിച്ചു പറയാൻ എന്നെയും നിങ്ങളെയും ക്ഷണിക്കുന്നുണ്ട്. ആ കൊത്തളത്തിലേക്ക് ഒരു ചെറിയ കുറിപ്പുമായി വന്നത് പിലാത്തോസിൻ്റെ ഭാര്യയുടെ സത്യത്തോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള ചങ്കൂറ്റമായിരുന്നു. അവൻ നീതിമാനാണ്, അന്യായമായി കുറ്റം വിധിക്കരുത്. കുരിശിൻ്റെ വഴിയിൽ നമ്മൾ രണ്ടാമത് കണ്ടുമുട്ടുന്നൊരു കഥാപാത്രം, 6-ാം സ്ഥലത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. പ്രിയമുള്ളവരെ, കുരിശിൻ്റെ വഴിയിൽ ജീവിതയാത്രയിൽ എൻ്റെയും നിങ്ങളുടെയൊക്കെ വലിയൊരു പ്രലോഭനം അത്. മറ്റുള്ളവർ എന്താണ് പറയുക? ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് നിലകൊണ്ടാൽ, ക്രിസ്തുവിന് വേണ്ടി നിലകൊണ്ടാൽ, ക്രിസ്തുവിനെ പ്രഘോഷിച്ചാൽ മറ്റുള്ളവർ എന്തു വിചാരിക്കും? അതുകൊണ്ട് ഞാൻ വളരെ രഹസ്യത്തിലും നിശബ്ദമായിട്ടൊക്കെ എഴുന്നേറ്റ് നിൽക്കേണ്ട സന്ദർഭങ്ങളിൽ, നീതിക്ക് വേണ്ടി ശബ്ദിക്കേണ്ട സന്ദർഭങ്ങളിൽ, സത്യത്തിന് വേണ്ടി നിലകൊള്ളേണ്ട സന്ദർഭങ്ങളിൽ, തളർന്നുപോയവർ, തകർന്നുപോയവർക്ക് കൂടെ നടക്കേണ്ട സന്ദർഭങ്ങളിൽ, അവർക്കൊരു ആശ്വാസമാകേണ്ട സന്ദർഭങ്ങളിൽ, ആ മുഖം തുടയ്ക്കാനായിട്ടൊരു ചെറിയ തുവാലയെങ്കിലും എടുത്തു നീട്ടാൻ എനിക്ക് കഴിയുന്ന സന്ദർഭങ്ങളിൽ എന്തേ ഞാൻ പലപ്പോഴും മടിച്ചു നിൽക്കുന്നു? മറ്റുള്ളവരെന്താ വിചാരിക്കുക, മറ്റുള്ളവരെന്താ വിചാരിക്കുക എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ജീവിതം മുഴുവൻ ഒന്നും ചെയ്യാതെ ജീവിച്ചു തീർക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും ക്രിസ്തുവിന് വേണ്ടി ഒരു തുവാലയെടുത്ത് അവിടുത്തെ സഹനത്തെ ഒന്ന് ഒപ്പാനായിട്ട് പോലും തയ്യാറാകാതെ നമ്മൾ മടിച്ചു നിൽക്കുന്നു.
പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതം ജീവിക്കുന്നതിൽ നമ്മളെ പിറകോട്ട് വലിക്കുന്ന വലിയൊരു പ്രലോഭനമാണ് മറ്റുള്ളവരെന്താ വിചാരിക്കുക. അതുകൊണ്ട് മറ്റുള്ളവരുടെ വിചാരങ്ങളെ ഒന്നും മുറിപ്പെടുത്താതെ നമ്മൾ ക്രിസ്ത്യാനികളല്ലാതെ പോകുന്നു, ക്രിസ്തു ശിഷ്യരല്ലാതെ പലപ്പോഴും ജീവിക്കുന്നു. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു കഥാപാത്രം കർത്താവിൻ്റെ വലതുവശത്ത് കിടന്ന നല്ല കള്ളനാണ്. നല്ല കള്ളൻ കർത്താവിനോട് നീ പറുദീസായിലായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന് പറയുമ്പോൾ ഇടതുവശത്ത് കിടക്കുന്ന കള്ളൻ അവനെ ശകാരിക്കുന്നുണ്ട്. അത് തന്നെയാണ് നമ്മുടെയൊക്കെ പലപ്പോഴും നമ്മുടെയൊക്കെ പ്രലോഭനം. ഞാൻ ഇതിനൊന്നിനും കൊള്ളില്ല. സഭയിൽ, സമൂഹത്തിൽ മുന്നോട്ട് വന്ന് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാനായിട്ട് നമ്മൾക്ക് അവസരങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മൾ പിറകോട്ട് വലിയ എന്നെക്കൊണ്ട് അതിനൊന്നും പറ്റില്ല, ഞാൻ അതിനൊന്നുമുള്ള, ഇതൊക്കെ വലിയ വിശുദ്ധരായിട്ടുള്ളവരൊക്കെ ചെയ്തോട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധരായവർ മാത്രമേ വചനം പ്രഘോഷിക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളിൽ ആർക്കാ പ്രഘോഷിക്കാൻ പറ്റുക? വിശുദ്ധരായവർക്ക് മാത്രമേ മറ്റുള്ളവരോട് ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ പറ്റുന്നുള്ളെങ്കിൽ ഞാനും നിങ്ങളൊക്കെ വലിയ പാപികളാണ്. പക്ഷേ നമ്മുടെ പാപാവസ്ഥയിലും നമ്മുടെ പരിമിതികളിലും ഒക്കെ നിന്നുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ സാക്ഷികളാകാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമുക്കൊക്കെ പോരായ്മകളുണ്ട്, പരിമിതികളുണ്ട്, കുറവുകളുണ്ട്. പക്ഷേ നല്ല കള്ളനെ പോലെ കർത്താവേ നീ പറുദീസായിലായിരിക്കുമ്പോൾ എന്നെയും കൂടി ഓർക്കണേ എന്ന് പറയാനായിട്ട് നമുക്കൊക്കെ കഴിയും. കർത്താവേ നീ പറുദീസായിലായിരിക്കുമ്പോൾ എന്നെയും കൂടി ഓർക്കണേ എന്ന് പറയാനായിട്ട് നമുക്കൊക്കെ കഴിയും. പലപ്പോഴും നമ്മുടെയൊക്കെ വിചാരം നമ്മളൊന്നും ക്ലീൻ അല്ല, അതുകൊണ്ട് ഞാൻ ഒന്നിലും ഇടപെടാനില്ല. കുടുംബസമ്മേളനത്തിൻ്റെ ഭാരവാഹിയായാലോ സംഘടനയുടെ മുൻപിലേക്ക് വന്നാലോ സഭയിലെ പ്രസ്ഥാനങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴൊക്കെ എൻ്റെ വ്യക്തി ജീവിതത്തിലെ കുറവുകളും പോരായ്മകളൊക്കെ ചിലപ്പോൾ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടേക്കാം. അപ്പം അതുകൊണ്ട് ഞാൻ അതിനൊന്നും പെർഫെക്റ്റ് അല്ല, ആരെങ്കിലൊക്കെ ഏറ്റെടുത്തോട്ടെ, ഞാനൊന്നും ചെയ്യാനില്ല. പിറകോട്ട് ഉൾവലിയുന്ന പ്രലോഭനങ്ങൾ. അതുകൊണ്ട് ഞായറാഴ്ച ഒരു കുർബാനയ്ക്ക് വന്ന് നമ്മൾ ഒതുക്കത്തിൽ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാം. കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്. കർത്താവെ ജീവിതകാലം മുഴുവൻ പിഴവുകൾ പറ്റിയിട്ടുണ്ട്, നീ പറുദീസായിലായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണേ എന്ന് പറയാനുള്ള എളിമയില്ലാത്തത് കൊണ്ട് പലപ്പോഴും നമ്മൾ കുരിശിൻ്റെ വഴിയിൽ നിന്ന് ഓടിപ്പോകുന്നു. കുരിശിൻ്റെ വഴികൾ ഉപേക്ഷിച്ച് ഓടിപ്പോകാനുള്ള പ്രലോഭനത്തിൽ ഞാനും നിങ്ങളും വീണുപോകുന്നു. നാലാമതായിട്ട് കുരിശിൻ്റെ വഴിയിൽ നമ്മൾ കണ്ടുകൂട്ടുന്നൊരു കഥാപാത്രമുണ്ട്, ശതാധിപൻ. ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നുവെന്ന് നിലവിളിച്ചേറ്റു പറയുന്ന ശതാധിപൻ. അത് വലിയൊരു പ്രലോഭനത്തെ അതിജീവിക്കില്ല. കാരണം ആ നിമിഷം വരെയും കർത്താവിനെ കുരിശിലേറ്റാനായിട്ട് നേതൃത്വം കൊടുത്തവനായിരുന്നു ശതാധിപൻ. ഈ നിമിഷം വരെയും ഞാൻ എടുത്ത നിലപാടുകൾ തെറ്റിപ്പോയി, ഇവൻ സത്യമായിട്ടും ദൈവപുത്രനാണ് എന്ന് ഏറ്റുപറയാൻ ശതാധിപൻ കാണിക്കുന്ന ചങ്കൂറ്റം, അത് കുരിശിൻ്റെ വഴിയിൽ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം നമ്മളെടുത്ത നിലപാടുകൾ തെറ്റിപ്പോയിട്ടുണ്ട്. നമ്മൾ അതുവരെ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ തെറ്റിപ്പോകുമ്പോൾ സത്യം ആയിരുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോൾ എത്രത്തോളം ചങ്കൂറ്റം കാണിക്കാറുണ്ട് നമ്മൾ. എനിക്ക് തെറ്റുപറ്റി, ഇതല്ല ശരി എന്നൊന്ന് ഏറ്റുപറയാനായിട്ട്. ശതാധിപൻ ചെയ്തത് അതാണ്. അവൻ അതുവരെയും ചെയ്തത് കർത്താവിനെ കുരിശിലേറ്റിയത് തെറ്റായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞ നിമിഷത്തിൽ അയാൾ അത് ഏറ്റുപറയുന്നു. നമ്മളൊക്കെ എത്ര പേരെ കുറ്റം വിധിക്കുന്നു, അറിയാത്ത വിവരങ്ങൾ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൂട്ടുന്നു, എത്രയൊക്കെ പരസ്പരം വൈരാഗ്യത്തോടെ പോരടിക്കുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഭാഗം തെറ്റായിരുന്നു, അപ്പുറത്ത് പറഞ്ഞതാണ് ശരിയെന്നറിയുമ്പോൾ എത്രത്തോളം എനിക്കും നിങ്ങൾക്കും അത് ഏറ്റുപറയാനുള്ള ഔദാര്യമുണ്ട്. പലപ്പോഴും നമ്മൾ പറഞ്ഞത് തെറ്റിയെന്ന് സമ്മതിച്ചാൽ ഉണ്ടാകുന്ന നാണക്കേടൊക്കെ ഓർത്തിട്ട് തെറ്റാണെന്നറിഞ്ഞിട്ടും പിന്നെയും എത്രയോ നേരം നമ്മളത് കടിച്ചു തൂങ്ങിക്കിടക്കണം. പ്രിയമുള്ളവരെ, കുരിശിൻ്റെ വഴിയെന്ന് അനുദിന ജീവിത യാത്രയിൽ പറയുന്നത് ഞാൻ തെറ്റാണെന്ന് തിരിച്ചറിയുമ്പോൾ
ലേറ്റായി പോയാലും എനിക്ക് തെറ്റുപറ്റി, അപ്പുറത്ത് പറഞ്ഞതാ ശരിയെന്ന് ഏറ്റുപറയാൻ. ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഒരു തെറ്റ് പറ്റിയാൽ ഇത്തിരി വൈകിപ്പോയാലും ആ തെറ്റുമായിട്ട് ജീവിതം അവസാനിക്കുന്നതിനേക്കാളും നല്ലത് എനിക്ക് തെറ്റുപറ്റി, ഇതല്ല ശരിയെന്ന് ഏറ്റുപറയാനുള്ള ഔദാര്യമാണ്. അപ്പോഴാണ് നമ്മൾ കുരിശിൻ്റെ വഴിയിലേക്ക് കടക്കുന്നത്. അഞ്ചാമത്തെ കഥാപാത്രം കർത്താവിനെ 14 സ്ഥലത്ത് സംസ്കരിക്കാൻ കൊണ്ടുവരുന്ന നിക്കോദേമോസാണ്. നിക്കോദേമോസിനെ നമ്മൾ ഇതിനു മുമ്പ് ഒരിക്കൽ കണ്ടുമുട്ടുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ. അന്ന് രാത്രിയുടെ മറവിൽ ഒളിച്ചും പാത്തും കർത്താവിനെ കാണാൻ വന്നതാണ് നിക്കോദേമോസ്. അതിന് കാരണമുണ്ടായിരുന്നു. നിക്കോദേമോസ് യഹൂദന്മാരുടെ സെൻഹെദ്രീൻ സംഘത്തിലെ അംഗമായിരുന്നു. യഹൂദരുടെ ഏറ്റവും വലിയ ഗവേണിംഗ് ബോഡിയാണ് സെൻഹെദ്രീൻ സംഘം. അങ്ങനെ ഒരാൾ ക്രിസ്തുവിൻ്റെ അനുയായിയാണെന്നറിഞ്ഞാൽ അത് സമൂഹത്തിൽ മോശമാണ്. അതുകൊണ്ട് അയാൾ ഒളിച്ചും പാത്തും വന്നത്. പക്ഷേ അവൻ എനിക്ക് വേണ്ടി കുരിശിലേറിയെന്നും അവൻ എനിക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ചുവെന്നും അറിഞ്ഞപ്പോൾ പിന്നെ നിക്കോദേമോസ് ഇതൊന്നും നോക്കിയില്ല. അവൻ പീലാത്തോസിൻ്റെ അടുത്ത് ചെന്ന് കർത്താവിനെ അവിടെ അവൻ്റെ മൃതശരീരം വിട്ടുതരണമെന്ന് പീലാത്തോസിനോട് അപേക്ഷിച്ച് ആ മൃതശരീരം സുഗന്ധദ്രവ്യങ്ങൾ പൂശി പുതിയൊരു കല്ലറയിൽ അടക്കാനായിട്ട് അരമത്തിയക്കാരൻ ജോസഫിനൊപ്പം മുൻകൈയെടുക്കുന്നു. സ്വന്തം ശിഷ്യന്മാർ പോലും ഉപേക്ഷിച്ച് പോയിടത്താണ് നിക്കോദേമോസ് മുന്നോട്ട് വന്നിട്ട് കർത്താവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് അത് ഏറ്റെടുക്കുന്നത്. കുരിശിൻ്റെ വഴിയിൽ അവസാന നിമിഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന നിക്കോദേമോസ്. പ്രിയമുള്ളവരെ, നമ്മൾ ആത്മപരിശോധന ചെയ്യണം. നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ്, നമ്മുടെ സമ്പത്ത്, നമുക്കുള്ള സ്ഥാനമാനങ്ങൾ, ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പരസ്യമായിട്ടൊക്കെ പറഞ്ഞാൽ അത് പലപ്പോഴും നമ്മുടെ ബിസിനസ്സിനും നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ദോഷം ഉണ്ടാക്കും. പള്ളിയായിട്ടും കാര്യങ്ങളായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിന്നാൽ അത് ഞാൻ ചെയ്യുന്ന എൻ്റെ സോഷ്യൽ സ്റ്റാറ്റസിനൊക്കെ പ്രശ്നം ഉണ്ടാക്കാം. അപ്പം അതുകൊണ്ട് വളരെ രഹസ്യമായിട്ടൊക്കെ ഞായറാഴ്ച പള്ളിയിലൊക്കെ വന്നൊക്കെ പോവാം. അതിനും അപ്പുറത്തേക്കൊന്നും വേണ്ട. നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രലോഭനമാണത്. പ്രിയമുള്ളവരെ, കുരിശിൻ്റെ വഴിയെ ഉപേക്ഷിച്ച് ഓടാനുള്ള പ്രലോഭനം, കുരിശിൻ്റെ വഴി മുന്നിൽ കാണുമ്പോൾ വിട്ടുപേക്ഷിച്ച് ഓടിപ്പോകാനുള്ള പ്രലോഭനം. കർത്താവിൻ്റെ 12 ശിഷ്യന്മാരും ആ പ്രലോഭനത്തെ അഭിമുഖീകരിച്ച് പരാജയപ്പെട്ടപ്പോൾ സ്വന്തം ജീവിതങ്ങളിൽ ആ പ്രലോഭനങ്ങളെ വിജയിച്ച ഒരു 5 മാതൃകകൾ നമ്മുടെ മുമ്പിലേക്ക് ഇന്ന് തരികയാണ്. കർത്താവിൻ്റെ അത്ഭുതങ്ങളിലൊന്നും അവർ കൂടെ ഉണ്ടായിരുന്നില്ല, കർത്താവിൻ്റെ മഹത്വമൊന്നും അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുരിശിൻ്റെ വഴികളിൽ അത് ഉപേക്ഷിക്കാനുള്ള പ്രലോഭനങ്ങളെ മറികടന്ന് കർത്താവിൻ്റെ കുരിശിൻ്റെ വഴിയെ നടന്നവരെ ഈ 5 പേരെ നമ്മളൊന്ന് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ ഒന്നാമത്തേത് പീലാത്തോസിൻ്റെ ഭാര്യ. ദുർബലയായിരിക്കാം, വീക്കായിരിക്കാം, വലിയ ശേഷിയൊന്നുമില്ലായിരിക്കാം. പക്ഷേ ഒരു ജനക്കൂട്ടം മുഴുവനും ഒരുവനെ ക്രൂശിക്കാൻ പറഞ്ഞ് അന്യായമായി വിധിക്കാൻ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുമ്പോൾ ഒരു ചെറിയ കുറിപ്പെങ്കിലും ഇല്ല, അവൻ നീതിമാനാണ്, അവൻ്റെ കൂടെ നിൽക്കാനുള്ള മനസ്സ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പോലും പലപ്പോഴും ഇത് ഇല്ലാണ്ട് പോകുന്നുണ്ട്. സഹോദരങ്ങളിൽ ഒരുവനെ, കുടുംബാംഗങ്ങളിൽ ഒരുവനെയൊക്കെ മറ്റെല്ലാവരും കൂടി കുത്തിപ്പറയ്ക്കുമ്പോൾ അവൻ്റെ കൂടെ നിൽക്കാനുള്ള മനസ്സ് പോലുമൊക്കെ പലപ്പോഴും ഇല്ലാണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും സമൂഹത്തിൽ തളർന്നു പോകുന്നത് ചിലരൊക്കെ കുരിശിൻ്റെ വഴിയിൽ. സമൂഹം മുഴുവൻ കുറ്റപ്പെടുത്തുമ്പോഴും ഒരുവൻ്റെ ഉള്ളിലെ നന്മയെ കാണാനായിട്ടും അത് ഏറ്റുപറയാനായിട്ടൊക്കെ നമുക്ക് കഴിയണം. രണ്ടാമത്തേത് വേറോനിക്കയാണ്. ഒരു തുവാല സ്പർശം കൊണ്ട് കർത്താവിന് ആശ്വാസം നൽകിയവൾ. മറ്റുള്ളവരെന്ത് പറയുമെന്നൊന്നും ചിന്തിച്ചില്ല. ഇതാണ് ശരിയെങ്കിൽ ഞാനിത് ചെയ്യുമെന്ന് ഏറ്റെടുക്കാനുള്ള ചങ്കൂറ്റമായിരുന്നു ആ തുവാലയിൽ പതിഞ്ഞ കർത്താവിൻ്റെ തിരുമുഖം. മറ്റുള്ളവരെന്ത് പറയുമെന്ന് വിചാരിച്ച് നമ്മുടെ വിശ്വാസത്തെ ജീവിക്കാൻ നമ്മൾ പിറകോട്ട് പോയാൽ ക്രിസ്തുവിൻ്റെ സാക്ഷികളാകുന്നതിൽ, കുരിശിൻ്റെ വഴിയെ നടക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടും. മൂന്നാമത്തേത് നല്ല കള്ളനായിരുന്നു. താൻ അത്ര വെടുപ്പൊന്നുമില്ല ഉള്ളവനല്ല എന്നറിഞ്ഞിട്ടും, തനിക്ക് പോരായ്മകളുണ്ട്, പരിമിതികളുണ്ട്, ജീവിതം മുഴുവനും കട്ടുതീർത്തവനാണ് എന്ന് അറിഞ്ഞിട്ടും കർത്താവേ, നീ പറുദീസായിലായിരിക്കുമ്പോൾ എന്നെയും കൂടി ഓർക്കണേന്ന് പറയാനുള്ള പശ്ചാത്താപം, മനസ്താപം അവനുണ്ടായിരുന്നു.
പലപ്പോഴും അഹങ്കാരത്തോടെ ജീവിച്ചു തീർക്കുന്ന നമ്മുടെ ജീവിതങ്ങളിൽ അവസാന നിമിഷത്തിലെങ്കിലും കർത്താവേ, എനിക്ക് വെടുപ്പൊന്നുമില്ലെങ്കിലും ഞാൻ നിൻ്റെ പണികൾ നീ എന്നെ ഏൽപ്പിച്ചവ എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുമെന്ന് പറയാനുള്ള ഔദാര്യം നമുക്കുണ്ടോ? നാലാമത്തേതായിട്ട് നമ്മൾ കണ്ടത് ശതാധിപനെയാണ്. താൻ വിശ്വസിച്ചിരുന്നതും ബോധ്യത്തോടെ ചെയ്ത കാര്യങ്ങളൊക്കെ തെറ്റായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ നിമിഷത്തിൽ ആ തെറ്റുകളെ ഏറ്റുപറഞ്ഞിട്ട് സത്യമായിരുന്ന ദൈവപുത്രനായിരുന്നവൻ ഇവനാണെന്ന് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയാൻ കാണിച്ച ആർജവം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ എത്ര പ്രാവശ്യം തെറ്റാണെന്നറിഞ്ഞിട്ടും തെറ്റ് മാത്രം നമ്മൾ കടിച്ചു തൂങ്ങിക്കിടക്കുന്നു. നമ്മൾ ബോധ്യത്തോടെ ചെയ്ത കാര്യങ്ങൾ, നമ്മൾ ആർഗ്യൂ ചെയ്തവ, നമ്മൾ വാദിച്ച് ജയിക്കാൻ ശ്രമിച്ചതിൽ എനിക്ക് പാളിച്ച പറ്റി, അപ്പുറത്താണ് ശരിയെന്നറിയുമ്പോൾ ആ ശരിയെ സമ്മതിച്ചു കൊടുക്കാനും അത് ഏറ്റുപറയാനുള്ള ആർജവം കാണിക്കാൻ നമുക്കാകണം. അവസാനമായിട്ട് നിക്കോദേമോസ് കാണിക്കുന്ന മാതൃക, തൻ്റെ സോഷ്യൽ സ്റ്റാറ്റസും തൻ്റെ യഹൂദ മതത്തിലുള്ള സ്ഥാനവും ഒക്കെ പോയി പോകുമെന്നറിഞ്ഞിട്ടും അവൻ കർത്താവിൻ്റെ മൃതശരീരം ഏറ്റെടുക്കാനായിട്ട് മുന്നോട്ട് വരുന്നു. പലപ്പോഴും ഞാൻ ക്രിസ്തുവിനെ ഏറ്റെടുക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ സമൂഹത്തിലൊക്കെ നമുക്കുള്ള പല നിലയും വിലയൊക്കെ വേണ്ടെന്ന് വെക്കേണ്ടി വരും, നഷ്ടപ്പെടുത്തേണ്ടി വരും. അതിനപ്പുറത്തേക്ക് ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കാൻ എനിക്കാവുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ പീഡാസഹന അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാനുഷികമായിട്ട് കുരിശിൻ്റെ വഴികളെ ഉപേക്ഷിക്കാനുള്ള പ്രലോഭനം നമ്മുടേതെല്ലാവരുടേതുമാണ്. ഗെത്സമേൻ തോട്ടത്തിൽ കർത്താവിന് പോലും ആ മാനുഷിക പ്രലോഭനം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ദുഃഖവെള്ളിയാഴ്ചയുടെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്ന ആദ്യത്തെ ഭാഗം നമ്മൾ പാടുക, കഴിയുമെങ്കിൽ പിതാവേ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ എന്നുള്ള പ്രാർത്ഥന. പക്ഷേ ആ പ്രാർത്ഥന അവിടെ അവസാനിക്കുന്നില്ല, അർദ്ധവിരാമമാണ്. എൻ്റെ ഇഷ്ടമല്ല പിതാവേ, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുന്നിടത്താണ് ഈശോ ആ പ്രലോഭനത്തെ ജയിക്കുന്നത്. നമ്മുടെ ജീവിതങ്ങളിലും കുരിശിനെ ഉപേക്ഷിക്കാനും കുരിശിൻ്റെ വഴികളിൽ നിന്ന് ഓടി മാറാനുമുള്ള പ്രലോഭനങ്ങൾ പല രൂപത്തിൽ വരുമ്പോൾ അവയെ ജയിച്ച് രക്ഷാകരമായ കുരിശിൻ്റെ വഴിയെ നടക്കാൻ കുരിശിൽ മരിച്ച് നമുക്ക് രക്ഷ നൽകിയവൻ നമ്മെ ശക്തിപ്പെടുത്തട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.